അഡ്വക്കേറ്റ് ശ്രീപത് പനാഭൻ, അൻവറിനോടൊപ്പം ആരൊക്കെ പൊതുയോഗത്തിൽ പങ്കെടുക്കും? ഇപ്പോൾ അൻവറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ ജലീൽ, അതുപോലെ കാരാട്ട് റസാഖിനെ പോലുള്ളവരൊക്കെ. ഈ CPM-ന്റെ ആരൊക്കെ ഈ പൊതുയോഗത്തിൽ പങ്കെടുക്കും, അൻവറിനോടൊപ്പം ഉണ്ടാകും? ഞാന് ഒരു പ്രവചനം നടത്താം. കമ്മ്യൂണിസ്റ്റ് CPM പാർട്ടി മാർക്സിസ്റ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഒരു ചേരിതിരിവുണ്ടാവും. മുസ്ലിം രാഷ്ട്രീയത്തിന് അനുകൂലമായി നിൽക്കുന്നവരും മുസ്ലിം രാഷ്ട്രീയം അല്ല, ജനങ്ങളെ രാഷ്ട്രീയമാണ് വേണ്ടത്, എല്ലാവരുടെയും രാഷ്ട്രീയമാണ് വേണ്ടത് എന്ന് പറയുന്നവരും രണ്ട് ചേരിയിലായി നിൽക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലുണ്ടാവും. CPM-ന്റെ ഉള്ളിലുണ്ടാവും എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞ, കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലുണ്ടാവും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ, ആലപ്പുഴ മണ്ഡലത്തിൽ ഒക്കെ കണ്ടതുപോലെ ഒരു ചേരിതിരിവുണ്ടാവും. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഉള്ളിൽ ഒരു വിഭാഗം ആളുകൾ 30% വരുന്ന മുസ്ലിം വോട്ടാണ് വലുത്, അത് നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് എന്തും ചെയ്യാമെന്ന് വിശ്വസിക്കുന്നവരും, അതല്ല ശരി, കേരളത്തിന്റെ രാഷ്ട്രീയം അതല്ല, കേരളത്തിന്റെ സാധാരണക്കാരന്റെ താല്പര്യമാണ് കേരളത്തിന്റെ രാഷ്ട്രീയം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ഇടതുപക്ഷക്കാരും. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഫൈറ്റിലേക്കാണ് കാര്യങ്ങൾ പോകാൻ പോകുന്നത്. അതിന്റെ ഒരു എന്താ പറയാ വിത്തിടൽ ആറ്റിങ്ങലിലും ആലപ്പുഴയിലൊക്കെ നടന്നിട്ടുണ്ട്. ആലപ്പുഴയിലെ ബൂത്ത് വൈസ് പഠിച്ചു നോക്കിയാൽ അതറിയാം, ആറ്റിങ്ങലിലെ ബൂത്ത് വൈസ് പഠിച്ചു നോക്കിയാൽ അറിയാം. അതായത് CPM-ന്റെ കോട്ടക്കുത്തളങ്ങളിൽ അവർക്ക് കഴിഞ്ഞ തവണ അല്ലെങ്കിൽ പരമ്പരാഗതമായി കിട്ടുന്നതിന്റെ പകുതി വോട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. വരുന്ന ദിവസങ്ങളിൽ കേരളത്തിന്റെ ഇടതുപക്ഷത്ത് മുസ്ലിം രാഷ്ട്രീയമാണ് ശരിയെന്ന് വിചാരിക്കുന്നവർ ഒരു ഭാഗത്തും അല്ല എന്ന് വിചാരിക്കുന്നവർ മറുഭാഗത്തു നിന്നിട്ടുള്ള ഒരു ആഭ്യന്തര ഒരു സംഘർഷം, അത് എത്ര വലുതാവും എന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. ആ ഒരു ആഭ്യന്തര സംഘർഷം നമുക്ക് കാണാൻ സാധിക്കും.